മൂശ 1 ഞായർ, മത്തായി 20:1-16 വരെ. അതിഥി തൊഴിലാളികളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു നാടാണ് കേരളം. ഇവിടെ തൊഴിലവസരങ്ങൾ കൂടിയതുകൊണ്ടല്ല അവർ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ തൊഴിലവസരങ്ങൾ അത്ര കാര്യമായിട്ട് കൂടിയിട്ടുമില്ല. തൊഴിൽ അന്വേഷിച്ച് ഇവിടെ നിന്നും മറ്റു സ്റ്റേറ്റുകളിലേക്കും വിദേശങ്ങളിലേക്കും പോകുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടിയിട്ടുമുണ്ട്. പിന്നെ എങ്ങനെ ഇവിടെ അതിഥി തൊഴിലാളികൾക്ക് ഇത്ര തൊഴിലവസരങ്ങൾ? അവർ എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറാണ്. മിക്ക ജോലികളിലും അവർ പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. അവരിൽ ചിലർ ഇവിടെ സ്വയം പര്യാപ്തത തന്നെ കൈവരിച്ചു. അങ്ങനെയുള്ളവർ കേരളത്തിൽ തന്നെ സ്വയം ജോലി സൃഷ്ടിച്ച് ഇവിടെ ജോലിയില്ലാത്തവരെ ജോലിക്ക് കൂട്ടുന്നു. ഏതാണ്ട് അടിമ ഉടമയാകുന്ന അവസ്ഥയായിട്ടുണ്ട് ചില മേഖലകളിൽ. കേരളത്തിൽ ഏതാണ്ട് 27 ലക്ഷത്തിലധികം വരും അതിഥി തൊഴിലാളികൾ എന്ന് കണക്ക് പറയുന്നു. ഏതാണ്ട് അത്ര തന്നെ കേരളക്കാർ, 6.29%. അതായത് 35 മില്യൺ ജനങ്ങളിൽ 2.2 മില്യൺ ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി കുടിയേറിയിട്ടുണ്ട്. ഇവിടെയാകട്ടെ ജോലിയില്ലാത്തവർ 8% അധികവുമാണ്. കൂലിക്ക് വേതനമെന്നത് കൂടുതലും ജോലി കൊടുക്കുന്നവരുടെ മനോഭാവത്തെയും വിശാല മനസ്സിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചെയ്തു തീർക്കേണ്ട ജോലിയെയും അത് ചെയ്യുവാനുള്ള കഴിവിനെയും അതിനെടുക്കുന്ന സമയത്തെയും വിലയിരുത്തി ജോലിക്ക് കൂലിയോ ശമ്പളമോ നിശ്ചയിക്കുമ്പോൾ അതിൽ ജോലി കൊടുക്കുന്നവൻ്റെ നേട്ടത്തിനാണ് മുൻഗണന. ഔദാര്യത്തിന് ഇവിടെ ഇടമില്ല. ജോലിക്കാരനല്ല അയാളുടെ മനസ്സിൽ ഒന്നാം സ്ഥാനം. ഗവൺമെൻറ്റും നിയമസംഹിതകളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുകൊണ്ട് ഏതാണ്ട് ന്യായമെന്ന് തോന്നാവുന്ന കൂലിയോ ശമ്പളമോ ഗ്രാറ്റുവിറ്റിയോ ഒക്കെ ജോലി കൊടുക്കുന്നവർ ജോലിക്കാർക്ക് കൊടുക്കുന്നു എന്ന് മാത്രം. ജോലിക്കാരൻ്റെ മനോഭാവവും ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. നാഗരികത സൃഷ്ടിക്കുന്ന പുരോഗതി അനുസരിച്ച് ജോലിക്ക് നിശ്ചയിച്ചിരിക്കുന്ന കൂലിക്കും ശമ്പളത്തിനും മുകളിലോട്ടുള്ള പരിധി നിശ്ചയിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും കൂടിയ ശമ്പളമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, വിത്തൗട്ട് ആൻ അപ്പർ ലിമിറ്റ്. അങ്ങനെ കൂടിയ ശമ്പളവും പ്രതിഫലവും തേടിയാണ് കൂടുതൽ ആളുകളും ഈ നാട് ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നത്. അതുതന്നെയാണ് അതിഥി തൊഴിലാളികളും ഇവിടെ തേടുന്നതും കണ്ടെത്തുന്നതും. അതുകൊണ്ടവർ സ്വന്തം നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്ക് വരുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രം നിർവൃതിയുണ്ടാക്കാനല്ല മിക്കവരും ജോലി ചെയ്യുന്നത്. എല്ലാവിധത്തിലുമുള്ള സുഖ സംവിധാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അവയ്ക്കുള്ള സാധ്യതയും ലഭ്യതയും വീട്ടുപടിക്കൽ വരെ എത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ലക്ഷറി ആയിരുന്നത് ഇന്ന് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമായി തീർന്നിരിക്കുകയാണ്. ഈ ഇലക്ട്രോണിക് യുഗത്തിൽ എല്ലാറ്റിനും സ്പീഡ് കൂടി, ജീവിതത്തിന് ആകമാനം സ്പീഡ് കൂടി. എല്ലാം വെട്ടിപ്പിടിക്കുവാൻ സമയവും സമ്പത്തും പോരാതെ വരുന്നു. ഉള്ളവനും ഇല്ലാത്തവനും ഇടയിൽ, കൂടുതലുള്ളവനും കുറച്ചുള്ളവനും ഇടയിൽ അകൽച്ചയും അസൂയയും വർദ്ധിക്കുന്നു. അവലോകനം ചെയ്താൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങൾ. ജോലിയെയും കൂലിയെയും ജോലിയുടെ അധ്വാനത്തെയും ജോലി സമയത്തെയും എല്ലാം ചിന്താവിഷയവും ചർച്ചാവിഷയവുമാക്കാവുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ ഇന്ന് വിചിന്തന വിഷയമാക്കുന്നത്. ഒരു ഉപമയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ഈശോ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആരുടെ പക്ഷം പിടിക്കുമെന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ജോലിക്കാരുടെയോ ജോലിക്ക് വിളിച്ച് അവർക്ക് വേതനം നിശ്ചയിക്കുന്ന യജമാൻ്റെയോ? നമ്മിലധികം പേരും ജോലിക്ക് വേതനം പറ്റുന്നവരായതുകൊണ്ട് നിശ്ചയമായും നമ്മൾ ജോലിക്കാരുടെ പക്ഷം ചേരും. ഒരു കാലത്ത് എല്ലാ ജോലിക്കും തന്നെ അടിമ സ്വഭാവമുണ്ടായിരുന്നു. ജോലിക്കാരെ പലപ്പോഴും അടിമകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ പിതാവിൻ്റെ 2 പുത്രന്മാരിലും അടിമ മനോഭാവം ഉണ്ടായിരുന്നതായി നമുക്ക് കാണാം. എവിടെയും യജമാന് അനിയന്ത്രിതമായ അധികാരവും ആധിപത്യവും ഉണ്ടായിരുന്നു. വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു നേർചിത്രം നമുക്ക് കിട്ടും. ഒരു കാലത്ത് ജോലി അടിമത്തത്തിൻ്റെ നിറമുള്ള നിർബന്ധിത അധ്വാനമായിരുന്നെങ്കിൽ ഇന്നത് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും അവകാശമായി തീർന്നതുമായ ഒരു അധ്വാന ശ്രേണിയാണ്. കളി, സ്പോർട്സ് പോലും ഇന്ന് കാര്യമാണ്. അതായത് കളി കാര്യമായി. കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന അധ്വാനമാണ് ഇന്ന് സ്പോർട്സ്. ഒരു കാലത്ത് സേവനം മാത്രമായിരുന്ന ആദർശപരമായ ഭരണ സംവിധാനത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് കൂടുതൽ സാമ്പത്തിക നേട്ടവും അവസരങ്ങളും സൃഷ്ടിക്കുന്ന കക്ഷി രാഷ്ട്രീയ കളിയാണ് ഭരണാധിപത്യം കൈക്കലാക്കുന്ന രാഷ്ട്രീയം. ഇവിടെ പൊതുവെ ബലിയാടാകുന്നത് പൊതുജനങ്ങളാണ്.
അവർ ഇപ്പറഞ്ഞവരുടെ മുമ്പിൽ ബലഹീനരും അവഗണിക്കപ്പെടുന്നവരുമാണ്. വ്യവസായികളും സംരംഭകരും കൂടുതൽ സമ്പന്നരാകുന്നു. സമ്പന്നരും രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരുന്ന ഭരണാധികാരികളും അഭിഹിതമായ ഒത്തുകച്ചവടം നടത്തുന്നു. രണ്ടു കൂട്ടരും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. രണ്ടു കൂട്ടർക്കും ഇടയിലൊരു തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള അവസരവും സാധ്യതയും പൊതുജനത്തിന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ശതമാനവും ജനങ്ങൾ ഇന്ന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിസ്സഹായാവസ്ഥയിലും അസംതൃപ്തിയിലും ആണ് കഴിയുന്നത്. അടിമകളെപ്പോലെ. ധാർമ്മികതയാണ് എല്ലാറ്റിനും അടിസ്ഥാനമായ നിയമമെങ്കിലും അധാർമികതയാണ് മിക്കതിനെയും നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നിശ്ചയിക്കുന്നത്. അങ്ങനെ ധാർമ്മികത എന്ന വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന ഉൾക്കാഴ്ച. ധാർമ്മികതയിൽ നിയമങ്ങളുണ്ട്, നിയമത്തിൻ്റെ അനുസരണവുമുണ്ട്. ധർമ്മം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർമ്മമായതിനാൽ അതിൻ്റെ നിർവഹണത്തിന് പിന്നിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കൊടുക്കൽ വാങ്ങലിലുള്ള നീതിയാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം. There is an intelligent and harmonious reciprocity between them. That is morality. എന്നാൽ അതിലും ആഴമുള്ള ഉൾക്കാഴ്ചയാണ് ധാർമ്മികതയുടെ അടിസ്ഥാനമായ സ്നേഹവും കരുണയും പരിപാലനയുമൊക്കെ. ഇവിടെ ധാർമ്മികതയ്ക്ക് ഒരു ദൈവിക മാനം നമ്മൾ കണ്ടെത്തുകയാണ്. ദൈവമാണ് എല്ലാ നന്മകളുടെയും ദാതാവ്, എല്ലാറ്റിൻ്റെയും നിയന്താവ്. അവിടുന്ന് സൃഷ്ടാവായതിനാൽ സൃഷ്ടിയുടെ നന്മയാണ് അവിടുന്ന് അഭിലഷിക്കുന്നത്. ദൈവത്തിന് അങ്ങനെ പിതാവ് എന്ന പേരാണ് കൂടുതൽ ചേരുന്നത്. ഈ ഉൾക്കാഴ്ചകളൊക്കെ ദൈവശാസ്ത്രപരവും വേദപുസ്തക പിൻബലം ഉള്ളതുമാണ്. ഇനി ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. എന്തെല്ലാം ഉൾക്കാഴ്ചകളിലേക്കാണ് കർത്താവീശോയുടെ ഉപമാരൂപത്തിലുള്ള ഈ കഥാവിഷ്കരണം നമ്മെ നയിക്കുന്നത്. ജോലിക്കാരെ തേടി രാവിലെ 3 മണി മുതൽ വൈകുന്നേരം 11 വരെ, അതായത് 11 മണി വരെ, രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ചന്തയിൽ അലയുന്ന ഒരു യജമാനൻ. മുന്തിരിത്തോട്ടത്തിനും ചന്തയ്ക്കുമിടയിൽ അദ്ദേഹം നിരന്തരം ഓട്ടത്തിലാണ്. അതും അധ്വാനമല്ലേ. പിന്നെ കൂലിക്കാർക്ക് കൂലി കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന ക്ഷമയും സമയവും. വിളവധികം വേലക്കാരോ ചുരുക്കം. കർത്താവിൻ്റെ ഈ വാക്കുകളെ ഇവിടെ അനുസ്മരിക്കാം. കഥയിലെ യജമാൻ്റെ മാനസികാവസ്ഥയെ വ്യക്തമാക്കുവാൻ. നല്ലൊരു കർഷകനായിരുന്നു ആ യജമാനൻ എന്ന് നമുക്ക് അനുമാനിക്കാം. ജോലി ഇല്ലാത്തവരെ തേടിയിറങ്ങുന്ന ദിവസത്തിൻ്റെ എല്ലാ ഇടവേളകളിലും അത് ആവർത്തിക്കുന്ന അധ്വാനത്തിന് അവശേഷിക്കുന്ന മണിക്കൂറുകൾ എണ്ണാതെ ജോലിക്ക് തയ്യാറാകുന്നവരെ തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് ക്ഷണിക്കുന്ന ആ യജമാനനിൽ നമ്മൾ ആരെയൊക്കെയാണ് തിരിച്ചറിയുന്നത്? ഒരു നല്ല സാമൂഹിക പ്രവർത്തകനെ, നല്ലൊരു പിതാവിനെ, ഒരു രാജാവിനെ തന്നെ. ആദ്യമേ തന്നെ കൂലി നിശ്ചയിച്ചിട്ടാണ് അദ്ദേഹം ജോലിക്കാരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്ക് ക്ഷണിക്കുന്നതും അയക്കുന്നതും. 9 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്ന ജോലി സമയം. അതിൽ വ്യത്യസ്ത സമയത്ത് വിളിക്കപ്പെട്ടവരുടെ അധ്വാന സമയത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്. എന്നാൽ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന കൂലി ഒന്നു തന്നെയാണ്. നീതിപൂർവമാണ് ഒരു ദനാറായെന്ന ദിവസക്കൂലി. ഒരു കുടുംബത്തിന് ഒരു ദിവസം സമൃദ്ധിയിൽ കഴിയാൻ അത് മതി. ജോലി കിട്ടാതെ കഴിയേണ്ടവർക്ക് അത് അവസരവും ആശ്വാസവുമാണ്. ജോലി ചെയ്യുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട്. തർക്കത്തിന് ഇവിടെ ഒരു കാരണവുമില്ല. എന്നാൽ എല്ലാം ശുഭപര്യവസാനിയാകേണ്ടിടത്ത് അധ്വാനത്തിന് മടുപ്പിനേക്കാൾ മനസ്സിനെ മടുപ്പിക്കുന്ന ചിലത് സംഭവിക്കുന്നു. ഒന്നാമതായി, യജമാനൻ ഒടുവിൽ വന്നവർ തുടങ്ങി ആദ്യം വന്നവർ വരെ പുറകോട്ട് ഇൻ എ റിവേഴ്സ് ഓർഡർ ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നു. രണ്ടാമതായി, എല്ലാവർക്കും ഒരേ കൂലി കൊടുക്കുന്നു. മൂന്നാമതായി, അധ്വാനത്തിന് ഏറ്റക്കുറച്ചിലും അധ്വാനത്തിന് വേണ്ടി വരുന്ന സമയവ്യത്യാസവും യജമാനൻ കണക്കാക്കുന്നില്ല. കയ്യിൽ വെച്ച് കൊടുത്ത ദിവസക്കൂലിയായ ഒരു ദനാറ കൊണ്ട് തൃപ്തരാകുന്നതിന് പകരം അവസാനം വന്നവർ ഒഴിച്ച് മറ്റുള്ളവരെല്ലാം അസ്വസ്ഥരാകുന്നു. പരസ്പരവും പ്രത്യേകിച്ച് യജമാനെയുമാണ് അവർ സംശയദൃഷ്ടിയാ നോക്കുന്നത്. അസ്വസ്ഥത എങ്ങനെ അവരുടെ ഇടയിൽ കടന്നുകൂടി? ധാർമ്മികതയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് തിരിച്ചു വരുവാനുള്ള സമയമായി. യജമാനൻ്റെ ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിനും അതിനെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട്. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല. ഒരു ദനാറയല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്കെന്നതുപോലെ അവസാനത്തെ ആൾക്കും കൊടുക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യുവാൻ എനിക്ക് പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു?
യജമാനൻ ജോലിക്കാർക്ക് ന്യായമായ കൂലി കൊടുക്കുമ്പോൾ യജമാനൻ്റെ പരിപാലനാ മനോഭാവം ഞാൻ കാണുകയാണ്. രാവിലെ മുതൽ ജോലി അവസാനിക്കുന്നതുവരെ അവരെ തേടിയിറങ്ങുന്ന യജമാനൻ ജോലിക്കാരുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അവന് ജീവിക്കാൻ ദിവസക്കൂലി വേണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലതയെയും ഔദാര്യത്തെയും വെളിപ്പെടുത്തുന്നതാണ്. അതുപോലെ ഒടുവിൽ വന്നവനെ ഒട്ടും അവഗണിക്കാത്തതിൽ അദ്ദേഹത്തിൻ്റെ ഔദാര്യം മാത്രമാണ് ഞാൻ കാണുന്നത്. പിന്നെ അവസാനം ജോലിക്ക് വന്നവനെ ആദ്യം പ്രതിഫലം കൈപ്പറ്റുവാൻ വിളിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പരിലാളനയെ, സ്പെഷ്യൽ കെയർ ഞാൻ കാണുകയാണ്. അവസാനം വന്നവനെ ശിശുക്കളുടെ സ്ഥാനത്താണ് അദ്ദേഹം കാണുന്നത്. കർത്താവ് പല അവസരങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുള്ള ഈ സത്യത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ധ്യാനാത്മക ചിന്തകളുടെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ യജമാനൻ്റെ മുന്തിരിത്തോട്ടവും ജോലിക്കാർക്കുള്ളതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ജോലിക്കാരെ അങ്ങോട്ട് വിളിക്കുന്നത് അവരുടെ പിതാവാണ്. ദിവസക്കൂലിയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങളുടെ പൂർത്തീകരണം, ജീവിതത്തിൻ്റെ സംതൃപ്തി, അന്നന്നിയപ്പം പോലെ ധനാറ. സമയവും ദൈവദാനമാണ്. അധ്വാനത്തിനുള്ള ദൈർഘ്യം കൂടുന്നതുപോലെ ജീവിക്കാനുള്ള ജീവിതത്തിൻ്റെ ദൈർഘ്യവും കൂട്ടിക്കിട്ടുന്നത് ദൈവപരിപാലനയിലൊരു ദാനമാണ്. അവസാന മണിക്കൂറിലും ക്രിയാത്മക നിശ്ചയങ്ങളെടുക്കുവാൻ സാധിക്കുന്നതും ദൈവം അതിനെ അനുവദിക്കുന്നതും അവിടുത്തെ കവിഞ്ഞൊഴുകുന്ന ഔദാര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകടനമാണ്. അടുത്തതായി, നമ്മുടെ എല്ലാം ജീവിതത്തെ നമ്മൾ അളക്കേണ്ടത് അധ്വാനം, സമ്പാദ്യം എന്നിങ്ങനെയുള്ള അളവുകോലുകൾ ഉപയോഗിച്ചല്ല. ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ജീവിതത്തിൽ വെളിപ്പെട്ടതിനുള്ള ഉൾക്കാഴ്ചയ്ക്കും ഇവിടെ സ്ഥാനമുണ്ട്. എല്ലാറ്റിനുപരിയായി ജീവിതത്തിൻ്റെ തനിമയാണ് ഏറ്റവും വലിയ ദൈവദാനമെന്ന ഉൾക്കാഴ്ചയിലേക്ക് അവസാനമായി നമ്മൾ എത്തുന്നു. അതിനാണ് ഏറ്റവും അധികം വിലയുള്ളത്. അതറിയാത്തവരാണ്, തൻ്റെ ജീവിതത്തിൻ്റെ തന്നെ തനിമ അറിയാത്തവരാണ് തങ്ങളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി അസൂയപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും. ആഗതമാകുന്ന ദൈവരാജ്യമല്ലേ ഈ ഉപമയിലൂടെയും ഉപമയ്ക്കപ്പുറവും കർത്താവ് വെളിപ്പെടുത്തുന്നത്. ദാസന്മാരെന്നല്ല, സഹോദരന്മാർ എന്നാണ് അവിടുന്ന് നമ്മെ വിളിച്ചത്. അവിടുത്തേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നേതൃത്വം കൊടുക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.